അതെ, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഉപ്പിലിട്ട ലൂബിക്ക നമുക്കൊന്ന് അച്ചാറിട്ട് നോക്കിയാലോ? അപ്പം നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേ ഉപ്പിലിട്ട് വെച്ചതാണ് ഈ ഒരു കാന്താരിയും ലൂബിക്കയും കൂട്ടിയിട്ട്. അപ്പം ഉപ്പിലിടുന്ന സമയത്ത് നമ്മളിത് എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്നൊക്കെ വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിപ്പോൾ കുറേ നാളായി നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഉപ്പൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് അതിൽ അലുത്ത് ചേരുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങല്ല എങ്കിലും നല്ല രീതിയിൽ ഇനി കുറച്ച് നാളും കൂടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് അലിഞ്ഞ് ചേരുന്ന പോലെയാകും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അച്ചാറിട്ട് എടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നല്ല വെളിച്ചെണ്ണ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് എള്ളും അതുപോലെ തന്നെ ഉലുവയും കൂടി നമുക്കങ്ങ് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു കൈയോളം ഞാൻ ഇഞ്ചി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു കൈയോളം തന്നെ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതും ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത്തിരി കറിവേപ്പിലയാണ്, അത് ഞാൻ ഒരു കൈയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിത്തിരി കൂടുതലായാലും ഒരു കുഴപ്പമില്ല. ഇനി ഇത്തിരി 2 വറ്റൽമുളക് പൊട്ടിച്ചത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് എരിവ് തീർത്തും കുറവായിരിക്കും. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത്തിരി നമ്മൾ കടുക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടുക് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് തീ കുറച്ചിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ രുചി അങ്ങ് മാറും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ലൂബിക്ക എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഉപ്പിലിട്ട വെള്ളവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനിതങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. മാത്രമല്ല നമുക്കിതൊന്ന് ഒന്ന് തിളച്ച് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ആക്കിയെടുക്കുകയും കൂടെ വേണം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത്. അപ്പം ഏകദേശം ഒരു ആ വെള്ളം കൂട്ടിയിട്ട് ഒന്ന് തിളയ്ക്കുന്ന സമയം മാത്രം നമുക്ക് അടുപ്പത്ത് നിർത്തിയാൽ മതി. അല്ലാതെ ഒരുപാട് സമയമൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് ഈ മുളകെല്ലാം കൂട്ടിയിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ കാന്താരി ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് എരിവൊന്നും കൂടിപ്പോവില്ല. അല്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നമ്മൾ മുളകും കൂടെ ഉള്ളപ്പം അത് നോക്കിയിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പം നമ്മളിതിട്ട് ഇളക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണയ്ക്കകത്തും ആ മസാലക്കൂട്ടിലും നമ്മുടെ ഈ ലൂബിക്കായും അതുപോലെ ആ വെള്ളക്കാന്താരി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുക്കുവാണ്. ഓൾറെഡി നമ്മുടെ ലൂബിക്കയ്ക്ക് ഇത്തിരി പുളി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഏതായാലും 1 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു തിളച്ചൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പിലിട്ടതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്ന അതേ വെള്ളം തന്നെയാണ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിള കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പിലിട്ട ലൂബിക്ക അച്ചാർ റെഡിയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുമ്പം ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാരണം ആ പഞ്ചസാരയൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനും ഒരു എല്ലാം പാടെ ചേർന്നിട്ടുള്ളൊരു രുചിയാണ്. എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര രുചിയാണ് കേട്ടോ. മാത്രമല്ല ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്നും നമുക്ക് കൊടുത്തു വിടുകയും ചെയ്യാം അച്ചാറൊക്കെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ബായ്.